ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കെല്ലാം സ്കൂളിൽ പോകേണ്ടതല്ലേ. ആ സമയത്ത് കുറച്ചൊരു തിരക്ക്, രാവിലത്തെ ഒരു തിരക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ ചെറിയ പണി. അപ്പോൾ ഇന്ന് തലേന്നേ ഇതാ അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല രാവിലെ എണീറ്റപാട് അത് നല്ല പൊങ്ങി വന്നിനോ എന്നാ നോക്കുക. അപ്പോൾ ഇത് നല്ല അരിക്കൂട്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലേശം ഉപ്പെല്ലാം ഇട്ട് ഇളക്കി വെക്കും. എന്നിട്ടാ ഇളക്കിയെല്ലാം യോജിപ്പിച്ച് അവിടെ അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചൂടുമല്ലേ വേണ്ടു. അങ്ങനെ പിന്നെ ഇതിന് കറിയാക്കാൻ വേണ്ടിയിട്ട് കടലി ഇതുപോലെ തലേന്നേ പുതിർത്ത് വെച്ചിന് അത് കറിയാക്കാൻ വിചാരിച്ചിട്ടാണ്. അതും ഞാനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് വെക്കട്ടെ. കുക്കറിലിട്ടിട്ട് വെക്കാനാക്കട്ടെ. അങ്ങനെ അതും കഴുകിയെല്ലാം വൃത്തിയാക്കി കുക്കറിലിട്ട് ഇട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും തക്കാളിയും പച്ചപ്പറങ്കിയും ഇഞ്ചിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം പറങ്കിപ്പൊടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. ഇവിടെ പിന്നെ തേങ്ങയൊന്നും വറുത്തരച്ചിട്ടും അല്ലെ പച്ച തേങ്ങ അരച്ചിട്ടും ഒന്നും അധികം വലിയ ആർക്കും ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇതിങ്ങനെ വെറുങ്ങനെ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ പിന്നെ കറിയാടി അടുപ്പത്താക്കി അതിന് ശേഷം ഞാനിത് അടുപ്പിലെ വെണ്ണീരെല്ലാം വാരുവീനെ. അടുപ്പിലെ വെണ്ണീരെല്ലാം വാരിയിട്ട് നമുക്ക് അടുപ്പിൽ തീ പറ്റിക്കുക. പിന്നെ തീ പറ്റിച്ച് ആദ്യം പശുവിൻ്റെ വെള്ളം വെച്ച് അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചോറിൻ്റെ വെള്ളം വെക്കാമല്ലോ. അങ്ങനെ ഇത് അടുപ്പിൽ തീയെല്ലാം കത്തി നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പശുവിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ കട്ടനട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ആകുമ്പോഴത്തേക്ക് നമ്മളിതാ പിന്നെ കുക്കറെല്ലാം കൂക്കാൻ തുടങ്ങി. കടലക്കറി വെന്ത് തുടങ്ങി, വേകാനായി. പിന്നെ ഓരോ കട്ടൻ ചായ എല്ലാം കുടിച്ച് എല്ലാവരും കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ടിങ്ങനെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ കറിയെല്ലാം ഞാൻ വാങ്ങിയിട്ട് കട്ടൻ ചായയെല്ലാം കുടിച്ച പിന്നെ ഞാൻ എൻ്റെ കറി അടുപ്പത്തു നിന്നെല്ലാം വാങ്ങി വറുത്തിട്ടു. പിന്നെ വേഗം ദോശ ഇടാൻ നോക്കി. അപ്പോൾ കുറേ ദിവസം തണുപ്പ് പിടിച്ചിട്ട് ചുമയും എല്ലാം ഉണ്ടായിന്. ചുമ പോകുന്നേ ഇല്ല. പനിയെല്ലാം പോയാലും ചുമ പോകുന്നില്ല, ഭയങ്കര ചുമ. അപ്പോൾ എല്ലായിടയ്ക്കും കൊണ്ടുപോലും ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് എല്ലാ ദിക്കിലും ഇതുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് നമ്മളെ ദോശ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശയും എല്ലാം റെഡിയായി. ഇനി വേഗം ചായ കുടിക്കാൻ നോക്കട്ടെ. അപ്പോൾ ചായ കുടിക്കൽ മോൻ ചായയെല്ലാം കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. ദോശ തന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്യും. ദോശയും കടലക്കറിയും കാണുമ്പോൾ മോനെ ദോശ മതി എന്ന് പറഞ്ഞാൽ അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കുമെന്ന്. ചായയെല്ലാം കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി നോക്കാം. പശുവിന് പുല്ലെല്ലാം ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ പണിയെല്ലാം നോക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ചായൻ്റെ പലഹാരം ദോശയും കടലയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതാ ദോശ ചായ കുടിയും കഴിഞ്ഞ് പിന്നെ നമ്മളെ പശുവിന് ഞാൻ പുല്ലെല്ലാം ഇട്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ പാലേന്ന് പുറത്തേക്ക് കട്ടായില്ല എന്ന് വെച്ചാൽ ചൂടുമായി. പിന്നെ എവിടെയും പുറത്തൊന്നും അങ്ങനെ പുല്ലൊന്നും കാണാനില്ല. അപ്പോൾ ഇപ്പോൾ ഉണക്ക പുല്ല് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആലയിൽ തന്നെ കെട്ടലാണ്. പിന്നെ ഇതെൻ്റെ പാത്രം പടിയെല്ലാം കഴിഞ്ഞെല്ലാം അടുക്കളയെല്ലാം വൃത്തിയാക്കി. പിന്നെ കുറച്ച് തുണി നനച്ചത് ആറിയിടാനുണ്ടായിനെ, മെഷീൻ്റെ അകത്ത് നനച്ചതാണ്. അപ്പോൾ രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ നനവും കഴിഞ്ഞ് തുണിയെല്ലാം ആറിയിട്ടു.